കഴിഞ്ഞ ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് വന്നു. ഏപ്രിൽ മുതൽ ജൂൺ വരെ കനത്ത ചൂട് അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കനത്ത വേനൽപ്പിടിയിലാണ് കേരളം. ഈ സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? എല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളും തീരുമാനിക്കുന്നത് ചൂടാണ്. ഈ വേനൽക്കാലത്തുണ്ടാകുന്ന ഇടിമിന്നൽ എന്ന് പറയുന്നത് ഏറ്റവും വിനാശകരം ആയിട്ടുള്ളത് തന്നെയാണ്. കൊല്ലം ജില്ലയിൽ 2 തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഈ മരച്ചോട്ടിലേക്ക് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുകയും മരത്തിന് മുകളിൽ ഇടിമിന്നൽ വീഴുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇടിമിന്നൽ ഏറ്റ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ CPR കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തുറസായ സ്ഥലത്താണെങ്കിൽ ഫോൺ കാരണമല്ല, തുറസായ സ്ഥലത്തായതുകൊണ്ട് നമുക്ക് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ രാത്രി സമയത്ത് പരമാവധി ഈ അപകട സാധ്യതയുള്ള സ്ഥലത്തു നിന്ന് ആളുകൾ മാറി താമസിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മൾ ഈ മേഘവിസ്ഫോടനം, ക്ലൗഡ് ബേസ്റ്റ് ഒക്കെ പറയുമ്പോൾ വേറെന്തോ ഒരു സംഭവമാണെന്ന് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. 1 മണിക്കൂറിൽ 100 മില്ലിമീറ്റർ പെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയും. നമ്മുടെ ഡ്രൈനേജുകളൊന്നും ഈ മഴയ്ക്ക് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ല. സർ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ അതിശക്തമായ ചൂടുണ്ടാവുമെന്നായിരുന്നു ആ മുന്നറിയിപ്പ്. അപ്പോൾ അതുമാത്രമല്ല, വേനൽ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞ മുന്നറിയിപ്പും വന്നു. ഇപ്പോൾ മാർച്ചിൽ തന്നെ അതിശക്തമായ ചൂടായിരുന്നു. ചൂട് മാത്രമല്ല, UV റേസിൻ്റെ അളവ് കൂടുതൽ വന്നു. ശക്തമായ ചൂടാണ്. അപ്പോൾ ഈ ശരിക്കും വേനലെന്ന് പറയാൻ പോകുന്ന, അല്ലെങ്കിൽ വേനലെന്ന് വിശേഷിപ്പിക്കാവുന്ന മാർച്ച് മെയ്യിൽ എത്രമാത്രം ചൂട് കേരളത്തെ ബാധിക്കുമെന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഈ വർഷത്തെ ഏപ്രിൽ മെയ് മാസത്തെ ഒരു ചൂടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഈ 2025 ജനുവരി മാസം മുതൽ തന്നെ നമുക്ക് സാധാരണയേക്കാൾ കൂടുതൽ ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഫെബ്രുവരി മാസം നമുക്ക് ഏറ്റവും ചൂടേറിയ ഒരു മാസമായിരുന്നു. അതിനുശേഷം മാർച്ചിലേക്ക് എത്തുമ്പോൾ മാർച്ചിലും താങ്കൾ സൂചിപ്പിച്ച പോലെ വലിയ ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായി. എന്നാലും നമ്മൾ പേടിച്ചിരുന്നൊരു പ്രശ്നം വളരെ വേനൽമഴ തീരെ മാറി നിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടായില്ല. വേനൽമഴയും നമുക്ക് സാധാരണ കിട്ടുന്നതും ചിലയിടങ്ങളിലൊക്കെ സാധാരണകൾ കൂടുതൽ വേനൽമഴ നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പേടിക്കുന്ന രീതിയിലേക്ക് ഒരു ഏപ്രിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ 40-ലേക്കൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ച ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു ഫോർകാസ്റ്റ് ഉള്ളത് കേരളത്തിൽ ചിലയിടങ്ങളിൽ സാധാരണ നമുക്ക് മുൻ അനുഭവങ്ങളെ അപേക്ഷിച്ച് സാധാരണ നിലക്കുള്ള ടെമ്പറേച്ചറും ചിലയിടങ്ങളിൽ ടെമ്പറേച്ചർ കുറച്ച് കൂടാൻ, അതായത് പ്രത്യേകിച്ച് നോർത്ത് കേരളയിൽ സാധാരണയേക്കാൾ കൂടുതൽ ടെമ്പറേച്ചറും ഏപ്രിൽ മാസത്തിൽ പ്രതീക്ഷിക്കണം എന്നുള്ള നിലക്കാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ആശ്വാസം എന്നുള്ള നിലക്ക് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ വേനൽമഴയുടെ ഒരു തുടർച്ചയായ ദിവസങ്ങളിൽ വേനൽമഴ ഉണ്ടാവുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ആഴ്ച, ഇപ്പോൾ നടപ്പ് ആഴ്ചയിൽ നമുക്ക് ഒറ്റപ്പെട്ട രീതിയിലുള്ള ഒരു വേനൽമഴയുടെ ഒരു സ്വഭാവം നമുക്കറിയാം. ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ചെറിയ പ്രാദേശിക സ്വഭാവത്തിലുള്ളൊരു മഴയാണ് നമുക്ക് സാധാരണ നിലക്ക് വേനൽമഴയായിട്ട് തുലാവർഷത്തിനോട് സമാനമായ രീതിയിലാണ് മഴ ലഭിക്കാറുള്ളത്. പക്ഷേ ശക്തമായ കാറ്റും ശക്തമായ മഴ വളരെ കുറച്ച് സമയത്തേക്കുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇടിമിന്നലിൻ്റെ ഒരു കാര്യവുമുണ്ട്. അപ്പം മഴയുടെ ഒരു സ്വഭാവം, അതായത് വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഈ ഒരു മഴ ലഭിക്കുന്നതോടുകൂടി തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതോട് കൊണ്ട് വെള്ളത്തിൻ്റെ അഭാവം മൂലമുള്ള കുടിവെള്ളക്ഷാമമാണെങ്കിലും ഒരു വരൾച്ച പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കാൻ അത് സഹായകമായിട്ടുണ്ട്. പക്ഷേ ചൂടിൻ്റെ കേസിൽ തുടർച്ചയായ ദിവസങ്ങളിൽ നമുക്ക് മഴ വലിയ രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ ചൂടിനൊരു ശമനം ഉണ്ടാകും. ഈ തുടർച്ചയായ ദിവസങ്ങളിൽ നമുക്ക് ഈ വരണ്ട കാലാവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മഴയും മാറി നിൽക്കുന്നു, ചൂടും കൂടുന്നു, നമ്മുടെ കാറ്റിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാവാറുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആശങ്ക ഈ മഴ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചൂട് നമുക്കുണ്ട്. മഴയുടെ ഈ ഒരു കുറച്ച് ദിവസം മഴ കഴിഞ്ഞാൽ പിന്നീട് ചൂട് വീണ്ടും സജീവമാകും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഹ്യൂമിഡിറ്റിയുടെ, പ്രത്യേകിച്ച് വേനൽമഴ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേര സമയത്താണ് വേനൽമഴ കാര്യമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ പകൽ സമയത്ത് ഹ്യൂമിഡിറ്റി കൂടുതലാണ്, ചൂടുമുണ്ട്. അപ്പോൾ അതിൻ്റെ അസ്വസ്ഥത നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഏപ്രിൽ ഈ മഴയുടെ ഒരു സാഹചര്യം മാറി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മഴയുടെ സാഹചര്യം അവസാനിക്കുന്നതിനോടുകൂടി വീണ്ടും നമുക്ക് ചൂട് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കിതുവരെ 40 ഡിഗ്രിയിലേക്കൊന്നും മാർച്ച് മാസത്തിൽ എവിടെയും എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ നമുക്കറിയാം, നമ്മുടെ പാലക്കാടും വെള്ളാനിക്കരയും ഉൾപ്പെടെ സാധാരണ നമുക്ക് 40 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന ടെമ്പറേച്ചറും ഏപ്രിൽ 3-ാമത്തെ ആഴ്ചയിലൊക്കെയാണ് നമുക്ക് 2-ാമത്തെയും 3-ാമത്തെ ആഴ്ചയിലാണ് നമുക്ക് എത്താറുള്ളത്.
ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ കണ്ണൂരൊക്കെ 40 ഡിഗ്രി എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോട്ടയത്തും ചിലയിടങ്ങളിലുമൊക്കെ നമുക്ക് ഇപ്പോൾ പുനലൂരും കോട്ടയത്തും ഒക്കെ നമുക്ക് 39-38 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ഒരു 40 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ ടെമ്പറേച്ചർ ഏപ്രിൽ മാസത്തിൽ പല സമയങ്ങളിലും എത്താം. എന്നാലും 2024 അപേക്ഷിച്ച് കുറച്ചുകൂടി ആശ്വാസകരമായ ഒരു ദിനാവസ്ഥകളാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഫോർകാസ്റ്റിലാണെങ്കിലും നമുക്കൊരു എക്സ്ട്രീം ഒരു എബോ നോർമൽ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും വലിയ പേടിക്കേണ്ട സാഹചര്യമൊന്നും നിലവിൽ ഫോർകാസ്റ്റ് ഇതുവരെ ഇല്ല. പക്ഷെ അത് ഓരോ ആഴ്ചയിലെ ഫോർകാസ്റ്റിൽ മാറിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ നിലവിൽ വേനൽ മഴ കിട്ടുന്നത് കൊണ്ട് വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്കൊരു പരിഹാരം ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഒരു ചെറിയ ആശ്വാസം നമുക്കതിലുണ്ട്. എന്നാലും നമ്മൾ ചൂടുമായി ബന്ധപ്പെട്ട ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഏപ്രിലാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള രൂക്ഷമായ വേനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ ഒരു ജാഗ്രത തുടരുന്നുണ്ട്. വേനൽ മഴയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഴ നമുക്ക് ആശ്വാസമാണെങ്കിലും വേനൽ മഴയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ശക്തമായ കാറ്റ്, വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കാറ്റ് വേനൽമഴയോടൊപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മഴക്കാല മുന്നൊരുക്കങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മരങ്ങളും മറ്റുമൊക്കെ വീണുകൊണ്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഇടിമിന്നലാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയം. അത് വേനൽ മഴയോടൊപ്പം നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇടിമിന്നൽ മൂലം ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടിമിന്നലിൻ്റെ ജാഗ്രത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളുടെ ഒരു ക്യാമ്പയിനൊക്കെ പോകുന്നത്. വേനലും ചൂട് മാത്രമല്ല ഇടിമിന്നലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള നിലക്കാണ്. സർ, ഇടിമിന്നലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അടുത്തിടെ ഉണ്ടായ വേനൽമലയിൽ ശക്തമായ ഇടിമിന്നൽ ഉണ്ടായിരുന്നു. പലരെയും ഇടിമിന്നൽ ബാധിച്ചു. പക്ഷികൾ മിന്നലേറ്റ് വീണു എന്നുള്ള വാർത്തകൾ വരെ വന്നു. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, നല്ല ചൂടിന് ശേഷം വരുന്ന ഇടിമിന്നൽ അത് അപകട സാധ്യത കൂട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വേനലിലുണ്ടാകുന്ന ഇടിമിന്നലുകളുടെ അപകട സാധ്യത വളരെ കൂടുതലല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് അത്തരൊരു അവസ്ഥയിൽ? അതെ, ഈ ചൂട് അടിസ്ഥാനപരമായി നമ്മുടെ എല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളെയും തീരുമാനിക്കുന്നത് ചൂടാണ്. കാരണം സൂര്യനിൽ വരുന്ന എനർജി അതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമുദ്രോപരിതല ഊഷ്മാവ് വർദ്ധിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മറ്റു പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു. കാറ്റിൻ്റെ വ്യതിയാനം ഉണ്ടാകുന്നു. നമ്മുടെ കരയിലേക്കും കടലിലേക്കും പോകുന്ന കാറ്റിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. ഇതേപോലെ തന്നെയാണ് ഈ കൂമ്പാര മേഘങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഇടിമിന്നൽ ഉണ്ടാക്കുന്ന മേഘങ്ങൾ എന്ന് പറയുന്നത് ക്യുമുലോ നിംബസ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന കൂമ്പാര മേഘങ്ങളാണ്. കറുത്ത് 2 വലിയ വെർട്ടിക്കൽ ഹൈറ്റിൽ വരുന്ന മേഘങ്ങളാണ്. ആ മേഘങ്ങൾ പൊതുവെ ഈ കൺവെക്ഷൻ്റെ ഭാഗമായിട്ട്, ഈ ചൂട് മൂലം കൺവെക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു. അപ്പം ചൂട് കൂടുന്നത് സ്വാഭാവികമായിട്ടും ഈ കൺവെക്ഷൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കും. അത്തരം മേഘങ്ങൾ വലിയ രീതിയിലുള്ള വലിയ കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. സ്വാഭാവികമായിട്ടും അത് വലിയ ശക്തമായ ഇടിമിന്നലും ഉണ്ടാക്കും. ഈ ഒരു പ്രോസസ്സ് പൊതുവെ നടക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് നമ്മുടെ മൺസൂൺ മാസത്തിൽ സാധാരണഗതിയിൽ ഇത്തരം മേഘങ്ങൾ ഉണ്ടാവാറില്ല. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് മൺസൂൺ കാലത്ത് പോലും ഇത്തരം മേഘങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ചൂടേറിയ വേനൽക്കാലങ്ങൾ കഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണെന്നാണ് ചില പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ വേനൽക്കാലത്തുണ്ടാകുന്ന ഇടിമിന്നൽ എന്ന് പറയുന്നത് ഏറ്റവും വിനാശകരം ആയിട്ടുള്ളത് തന്നെയാണ്. നമ്മളൊരു ഇടിമിന്നലിൽ അപകട സാധ്യത കൂടിയ സംസ്ഥാനങ്ങളിലൊന്നാണ്. വേനൽക്കാലത്ത് പ്രത്യേകിച്ച് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നമുക്ക് സജീവമായി ഏത് സമയത്തും വളരെ പൊടുന്നനെ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തന്നെ വളരെ പൊടുന്നനെ ഇത്തരത്തിലുള്ള കൂമ്പാര മേഘങ്ങൾ ഉണ്ടാവുകയും നമുക്ക് അത്തരത്തിലുള്ള ഇടിമിന്നൽ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടിമിന്നലിൻ്റെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇടിമിന്നൽ നമുക്ക് തടയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായും സുരക്ഷയുണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു അപകടമല്ല യഥാർത്ഥത്തിൽ. ഇടിമിന്നലിൻ്റെ സമയത്ത് നമ്മൾ പുറത്ത് ഇടിമിന്നൽ എപ്പോഴും ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ വലിയ എമൗണ്ട് കറണ്ട് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഭൂമിയിലേക്ക് പ്രവഹിക്കുകയാണ് ഇടിമിന്നലിലൂടെ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിന് ഒരു ചാലകമായി നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ ഒബ്ജക്റ്റുകളിലാണ് പൊതുവെ ഇടിമിന്നൽ പതിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ പുറം ജോലിയിൽ ഏർപ്പെടുകയല്ല, അല്ലെങ്കിൽ പുറത്തല്ല, തുറസായ സ്ഥലത്തല്ല എന്ന് നമ്മൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം. എപ്പോഴും ഇടിമിന്നലിൻ്റെ ഒരു ലക്ഷണം കണ്ടാൽ തന്നെ നമ്മൾ ഒരു കെട്ടിടത്തിനകത്തേക്ക്, സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനകത്തേക്ക് മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനവും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരൊറ്റ മാർഗ്ഗം അത് മാത്രമാണ്. അപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ വാഹനത്തിനകത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഒരു കവചിത വാഹനമാണെങ്കിൽ, പ്രത്യേകിച്ച് കാറ്, ബസ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഫാരഡേസ് കേജ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇടിമിന്നൽ അത്തരത്തിലുള്ള ഒരു മെറ്റാലിക് സർഫസിൽ വീണ് കഴിഞ്ഞാൽ അത് ചാർജ് നള്ളിഫൈ ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് കാറ്, ബസ്, ട്രെയിൻ പോലെയുള്ള വാഹനങ്ങൾ, കവചിത വാഹനങ്ങളാണെങ്കിൽ അതിനകത്ത് തുടരുക. പക്ഷേ എന്നാൽ ട്രാക്ടർ, ബൈക്ക്, സൈക്കിൾ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ പരമാവധി യാത്ര മാറ്റിവെച്ച് സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനകത്തേക്ക് മാറും. അപ്പോൾ കെട്ടിടത്തിനകത്ത് പോകുമ്പോൾ കെട്ടിടം സുരക്ഷിതമാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് സേവ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു പ്രശ്നം, നമുക്ക് ഇടിമിന്നൽ എന്ന് പറയുന്നത്
നമ്മൾ ഒരുപാട് മരങ്ങളുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും മരങ്ങളുടെ മുകളിൽ ഇടിമിന്നൽ പതിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ മഴയിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും ആളുകൾ മരത്തിൻ്റെ ചുവട്ടിലേക്ക് മാറി നിൽക്കും. കഴിഞ്ഞ വർഷം നമുക്ക് കൊല്ലം ജില്ലയിൽ 2 തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഈ മരച്ചോട്ടിലേക്ക് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുകയും മരത്തിൻ്റെ മുകളിൽ ഇടിമിന്നൽ വീഴുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മൾ മരച്ചോട്ടിലേക്ക് അഭയം തേടി പോകാൻ പാടില്ല. നമ്മുടെ വാഹനങ്ങളും മരച്ചോട്ടിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. മരത്തിൻ്റെ മുകളിൽ ഇടിമിന്നൽ വീഴാനുള്ള, തെങ്ങിൻ്റെ മുകളിലേക്ക് ഇടിമിന്നൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കൊടിമരം, പിന്നെ അതുപോലെയുള്ള ഉയരം കൂടിയ ഒബ്ജക്റ്റുകൾ, ഉയരം കൂടിയ ഒബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ടവർ, മൊബൈൽ ടവറുകൾ, പിന്നെ കൊടിമരങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഉയരം കൂടിയ കെട്ടിടങ്ങളിലുമാണ് പൊതുവേ വീഴാറുള്ളത്. പക്ഷേ ഈ മരത്തിൻ്റെ മുകളിലേക്ക് വീഴുന്ന ഇടിമിന്നൽ ഗ്രൗണ്ട് കണ്ടക്ടിവിറ്റി വഴി സഞ്ചരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനോട് ചേർന്ന് തന്നെ നിൽക്കാതിരിക്കുകയാണ് ഏറ്റവും ഉചിതം. അപ്പം ഏറ്റവും സുരക്ഷിതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെട്ടിടത്തിനകത്ത് അല്ലെങ്കിൽ വാഹനത്തിനകത്ത് തന്നെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ വയേർഡായിട്ടുള്ള കണക്ഷൻസുമായിട്ട് കോൺടാക്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ പരമാവധി സ്വിച്ച് ഓഫ് ചെയ്യുക മാത്രമല്ല അൺപ്ലഗ് ചെയ്ത് ഇടുകയും ചെയ്യാം എന്നുള്ളത്. നമ്മൾ ഗൃഹോപകരണങ്ങൾ പലപ്പോഴും നമുക്ക് അപകടം സംഭവിക്കുന്നുണ്ട്. പിന്നെ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാൻ സാധിക്കുന്ന ആൾക്കാരൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ വില കൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ സർജ് പ്രൊട്ടക്ഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളെല്ലാവരും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇടിമിന്നൽ പലപ്പോഴും നമ്മുടെ നെറ്റ്വർക്കിൽ എവിടെയെങ്കിലും വീഴുമ്പോൾ, നമ്മുടെ ട്രാൻസ്ഫോമറിൽ വീണാൽ പോലും അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടത്തിന് മുകളിൽ വീണാൽ പോലും നമുക്ക് പലപ്പോഴും നമ്മുടെ നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ആശയവിനിമയം അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രിക് ശൃംഖലയെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്ലംബിംഗ് വർക്കിനെ നമ്മൾ ശ്രദ്ധിക്കണം. പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാത്ത ചില മേഖലകളായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നത്. അപ്പം ടാങ്ക് എല്ലാം മുകളിലായിരിക്കും ഉണ്ടാവുക. ടാങ്കിൻ്റെ മുകളിലേക്ക് വീഴുകയും വെള്ളമാണ് പ്ലംബിംഗ് നെറ്റ്വർക്കിലൂടെ അത് സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടാപ്പും കാര്യങ്ങളൊക്കെ ഇടിമിന്നലുള്ള സമയത്ത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഷവർ പരമാവധി ആ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. ഇനിയിപ്പോൾ ആ സമയത്ത് വെള്ളമൊക്കെ പിടിച്ചു വെക്കുകയാണെങ്കിൽ വെള്ളം പിടിച്ചു വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ്. എന്നാലും പരമാവധി മറ്റു സാധനങ്ങളും കോൺടാക്റ്റ് ഇല്ലാതെ വളരെ കുറച്ച് സമയം മാത്രമേ ഇടിമിന്നൽ ഉണ്ടാവുള്ളൂ. ഇത് വളരെ വേഗത്തിൽ സഞ്ചരിച്ചു പോകുന്ന ചെറിയ സിസ്റ്റംസ് ആണ് ഇടിമിന്നൽ പൊതുവേ ഉണ്ടാക്കുന്ന ഈ പിന്നെ ക്യൂമുലോ നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തണ്ടർ സ്റ്റോംസ് പാസ് ചെയ്ത് പോകുന്ന ഒരു അരമണിക്കൂറായിരിക്കും. ആ സമയം നമ്മൾ പരമാവധി സേഫായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇടിമിന്നൽ നമുക്ക് വേറെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളില്ല. ഇടിമിന്നൽ ഏറ്റ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ CPR കൊടുക്കുക, ആളുകളെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ മേൽ പിന്നെ ഇതൊന്നും ഉണ്ടാകത്തില്ല, ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് പേടിച്ചുകൊണ്ട് പലപ്പോഴും ആളുകൾ മാറി നിൽക്കും ഇടിമിന്നലേറ്റ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന്. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ നമ്മൾക്ക് ചില തെറ്റായ ധാരണകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്വർണം ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ ഇടിമിന്നലേൽക്കും, മൊബൈൽ ഫോൺ ഉപയോഗിക്കും ഇടിമിന്നലേൽക്കും, അങ്ങനെയുള്ള കുറേ തെറ്റായ ധാരണകൾ, അതൊന്നും ഇടിമിന്നലേൽക്കാൻ ഉള്ള കാരണമാവാറില്ല. ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തുറസായ സ്ഥലത്താണെങ്കിൽ ഫോൺ കാരണമല്ല, തുറസായ സ്ഥലത്തായതുകൊണ്ട് നമുക്ക് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യതയുണ്ട്. ടെറസിൻ്റെ മുകളിലോ പറമ്പിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്തരം അപകട സാധ്യതയുണ്ട്. മൊബൈൽ ഫോണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വയേർഡായിട്ടുള്ള ടെലിഫോണുകൾ ഒരു കാരണവശാലും നമ്മൾ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ടെലിഫോണിൽ ആ നെറ്റ്വർക്കിലേക്ക് ചില പക്ഷേ ഇടിമിന്നൽ വീണ് കറണ്ട് സർജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കൂടാതെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു അനുഭവത്തിൽ അപകടം പറ്റിയതായിട്ട് കണ്ടിട്ടുള്ളത്, ഇപ്പോൾ പിന്നെ ഈ അലക്കിയ തുണി നമ്മൾ വിരിച്ചിട്ടുണ്ടാവും, പലപ്പോഴും ടെറസിൻ്റെ മുകളിലായിരിക്കും അല്ലെങ്കിൽ പുറത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വളർത്തുമൃഗങ്ങളെ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ മേഘം കണ്ടാൽ ഉടനെ തന്നെ കാർമേഘം കണ്ടാൽ ഉടനെ നമ്മളത് എടുക്കാൻ പോകും. ആ സമയത്ത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പിന്നെ ഈ വളർത്തുമൃഗങ്ങളെ മാറ്റിക്കെട്ടാൻ പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒന്നുകിൽ ഇടിമിന്നൽ ആരംഭിക്കുന്നതിന് മുന്നേ അത് മാറ്റി ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമ്മളത് മഴ നനഞ്ഞോട്ടെ എന്ന് കരുതി നമ്മൾ സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. കാരണം മഴ നനയുക എന്നതിനപ്പുറത്തേക്ക് അതുമായി ഉള്ള ഇടിമിന്നൽ നമുക്ക് കൂടുതൽ അപകടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഇടിമിന്നൽ അത് ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. വേനൽ മഴയോടൊപ്പം നമ്മൾ ഈ ഒരു 2-3 മാസമാണ് ഇടിമിന്നൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അത് പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷമാണ് ഇടിമിന്നൽ ഉണ്ടാവുക. 2 മണിക്ക് ശേഷം ആണ് പൊതുവേ ഇടിമിന്നൽ സജീവമാവുക. ഒരു 8 മണി 9 മണി വരെയൊക്കെയാണ് പരമാവധി ഇടിമിന്നൽ ഉണ്ടാവാറുള്ളത്. ഇപ്പോഴൊക്കെ ചിലപ്പോൾ രാത്രി കഴിഞ്ഞിട്ടും ഇടിമിന്നൽ കാണാറുണ്ട്. പക്ഷേ അപകടകരമായിട്ടുള്ള ഈ രീതിയിലുള്ള ഇടിമിന്നൽ എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ് പൊതുവേ ഉണ്ടാവാറുള്ളത്. സർ, ഉരുൾപൊട്ടലിനെ കുറിച്ച് പറയുമ്പോഴാണ് ഇപ്പോൾ വേനൽ മഴയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉരുൾപൊട്ടൽ ഇപ്പോൾ വേനൽ മഴയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുമോ എന്നൊക്കെ ചിലപ്പോൾ മഴക്കാലത്തല്ലേ അത് ഉണ്ടാവുന്നതൊക്കെ ചില സംശയങ്ങളുണ്ടാവാം. ഇപ്പോൾ വയനാട് പോലും ഒരുപക്ഷെ നമുക്ക് ആ വലിയ ദുരന്തം, ആൾനാശം ഒഴിവാക്കാമായിരുന്നു. പലരും അതിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, മാറി താമസിക്കണമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് പിന്നീട് ദുരന്തത്തിന് ശേഷം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ
ഉരുൾപൊട്ടലിൻ്റെ എന്തൊക്കെ സൂചനകളാണ്, ഉരുൾപൊട്ടൽ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ്? ഇത്ര നേരം മഴ പെയ്യണോ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ? എന്തെങ്കിലും നമുക്കത് മുൻകൂട്ടി പറയാൻ പറ്റുമോ? ആ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റുന്ന, നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടോ സാർ? ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലയാണ്, അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകണം, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ ഒരു പ്രദേശത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഈ ഉരുൾപൊട്ടലിൻ്റെ ശാസ്ത്രീയമായ വസ്തുത വിവരണത്തിനുള്ള ആളല്ല ഞാൻ അതിലല്ല എൻ്റെ എക്സ്പെർട്ടൈസ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്യാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു തെറ്റായ രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു പകുതി സത്യമായിട്ടുള്ള ഒരു വാർത്തയാണ് പ്രചരിച്ചിട്ടുള്ളത്. കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് പ്രത്യേകമായൊരു ഉരുൾപൊട്ടൽ സാധ്യത മുന്നറിയിപ്പ് നൽകുന്നുള്ളത്. ആക്ച്വലി അതല്ല. അത് നമുക്ക് ചില SOP കളുണ്ട്. ഇപ്പോൾ യെല്ലോ അലേർട്ടിനുള്ള മഴ പെയ്യുന്ന സമയത്ത് സാധാരണ അവരുടെ SOP അനുസരിച്ച് അവർ ചില പ്രതീക്ഷിക്കാവുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് തരുന്ന ഒരു കാര്യം മാത്രമാണ്. നമ്മൾ ഈ ഒരു വേനൽ സമയത്ത് നമുക്ക് താങ്കൾ സൂചിപ്പിച്ച പോലെ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിനോ ഉള്ള ഒരു സാഹചര്യം വളരെ 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 കുറവാണ്. അതിതീവ്ര സ്വഭാവത്തിലുള്ള മഴയാണ് പൊതുവേ നമുക്ക് ഉരുൾപൊട്ടലിലേക്കൊരു ട്രിഗറായി മാറുക. ഉരുൾപൊട്ടലിന് പ്രധാനമായിട്ടും കുറേ ജിയോളജിക്കൽ ഫാക്ടേഴ്സാണ്. പ്രദേശത്തിൻ്റെ ചരിവ്, മണ്ണിൻ്റെ സ്വഭാവം, ഈ മണ്ണ് എത്രത്തോളം സാച്ചുറേറ്റഡ് ആണ്, കുതിർന്നിട്ടുള്ള അവസ്ഥയിലാണ്, തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള ഘടകം. അതിനോട് ട്രിഗറിങ് ഫാക്ടറായിട്ട് വർക്ക് ചെയ്യപ്പോഴും നമ്മുടെ അതിതീവ്ര സ്വഭാവത്തിലുള്ള മഴയായിട്ടാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു അനുഭവം ഉള്ളത്. പക്ഷേ നമുക്കൊരു അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നിലവിലില്ല. ഒരുപക്ഷെ മെയ് മാസത്തോടു കൂടിയൊക്കെ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ബംഗാൾ ഉൾക്കടലിലോ അല്ലെങ്കിൽ അറബിക്കടലിലോ ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ചില തീവ്ര സ്വഭാവത്തിലുള്ള മഴ ഉണ്ടാവാം. പക്ഷേ നിലവിൽ അങ്ങനത്തെ ഒരു ഫോർകാസ്റ്റ് നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ആശങ്ക ആർക്കും അതിൽ തന്നെ ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ സമയം നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമാണ്. പാനിക്കാവുകയോ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്യേണ്ട ഒരു സമയമല്ല. എന്നാൽ യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്നു കേരളത്തിന്. അതിൻ്റെ ഭാഗമായിട്ട് മഴയുണ്ട്. യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 സെൻറ്റിമീറ്റർ വരെയൊക്കെയുള്ള മഴ, അല്ലെങ്കിൽ 6 മുതൽ 11 സെൻറ്റിമീറ്റർ വരെയുള്ള മഴ ലഭിക്കും 24 മണിക്കൂറിൽ എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. എന്നാൽ അതിതീവ്ര സ്വഭാവത്തിലുള്ള മഴ, പലപ്പോഴും നമുക്ക് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമൊക്കെ എത്തിക്കുന്ന രീതിയിലേക്കുള്ള മഴ എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്ററിന് മുകളിൽ, 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ 24 മണിക്കൂറിന് മുകളിൽ പെയ്യുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കുക, എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ എന്നുള്ള മുന്നറിയിപ്പ് നൽകുക. ഇതിൽ നമുക്ക് ഓറഞ്ച് അലേർട്ട് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കയുടെ ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, താങ്കൾ പറഞ്ഞ പോലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഇതിനോടകം തന്നെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. നമ്മുടെയൊക്കെ പലതരം പഠനങ്ങളുടെ മാപ്പുകൾ ലഭ്യമാണ്. നിങ്ങളുടെയൊക്കെ പ്രദേശം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണോ ഇല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ തന്നെ കഴിയും. ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് സജീവമായിട്ട് ഇതിൻ്റെ ക്യാമ്പയിനുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. ചിലയിടങ്ങളിൽ കൂടുതൽ ഇതിൻ്റെ തീവ്ര സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അത്തരം സ്ഥലങ്ങളിൽ മുന്നറിയിപ്പുകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പറും വില്ലേജ് ഓഫീസറും ഒക്കെ ചേർന്നുകൊണ്ട് ക്യാമ്പുകൾ ആരംഭിക്കുകയും മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ആളുകളെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ അവഗണിക്കാറാണ് പതിവ്. ഇത്തരം സാഹചര്യം നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും സുരക്ഷിതമാണെന്ന് കരുതുന്ന പല പ്രദേശങ്ങളും ഉൾപ്പെടെ നമുക്ക് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മഴക്കാല മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. അപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് കൃത്യമായി മുന്നറിയിപ്പുകളൊക്കെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഞങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് അറിയിപ്പുകൾ കൊടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുന്നൊരുക്ക യോഗങ്ങൾ ഇതിനോടകം തന്നെ നടന്നു. എല്ലാ ജില്ലയിലും ജില്ലാതലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നു. അതിൽ കൊടുത്തുള്ള നിർദ്ദേശങ്ങളിൽ പ്രാദേശികമായി ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നൊക്കെയുള്ള ആലോചനകളുണ്ട്. അപ്പോൾ അത് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പലപ്പോഴും രാത്രിയിലാണ് ഈ അപകടങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത്. പകൽ സമയത്ത് നമ്മൾ അപകടമില്ലാന്ന് കരുതിയിട്ട് മുന്നറിയിപ്പുള്ള ഒരു ഘട്ടത്തിൽ മാറാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കുന്നൊരു സമീപനം. അത് മാറണം. നമ്മൾ രാത്രി സമയത്ത് പരമാവധി ഈ അപകട സാധ്യതയുള്ള സ്ഥലത്തു നിന്ന് ആളുകൾ മാറി താമസിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ മുന്നറിയിപ്പുകളില്ല. പക്ഷേ മഴക്കാലത്തേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ മെയ് അവസാനത്തോടു കൂടി നമ്മുടെ മഴ സജീവമാവുകയാണെങ്കിൽ, മൺസൂൺ നേരത്തെ എത്തുകയാണെങ്കിൽ നമുക്ക് ജൂൺ മാസത്തിൽ തന്നെ ചില അപകടങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നമുക്ക് വേനൽമഴ ഇപ്പോൾ ഇതുവരെ ലഭിച്ചു. ഏപ്രിൽ മെയ് മാസത്തിൽ നമുക്ക് വേനൽമഴ നല്ല രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണ് കുതിർന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ നമുക്ക് അത്തരത്തിലുള്ള സൂചനകളൊന്നും ജിയോളജിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാലും കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പ് നൽകുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തും.
എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സമയത്ത് നമ്മൾ പരമാവധി അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുകളൊക്കെ ഷെയർ ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവണം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടൊരു ബന്ധം ഉണ്ടാവണം. നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിട്ടും നാട്ടിലെ വളണ്ടിയേഴ്സ് ഉണ്ട്, അബ്ദാമിത്ര, അതുപോലെ സിവിൽ ഡിഫൻസ്, സന്നദ്ധ സേന എന്നൊക്കെ പറയുന്ന പരിശീലനം ലഭിച്ച വളണ്ടിയർമാരുണ്ട്. അപ്പോൾ അവരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രാദേശികമായ കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് മുന്നറിയിപ്പുകൾ ആളുകളിലേക്ക് എത്താനും അത് പ്രചരിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ പ്രദേശം ഇത്തരത്തിൽ അപകട സാധ്യതയുള്ളതാണെന്ന് നമുക്കറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ദുരന്ത നിവാരണ അതോറിറ്റി വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശത്താണ് നിങ്ങൾ ഉള്ളതെന്ന് അറിയാം. ഏറ്റവും തീവ്രത കൂടിയ സ്ഥലമാണോ തീവ്രത കുറഞ്ഞ സ്ഥലമാണോ എന്നൊക്കെ നമുക്കറിയാം. തീവ്രത കൂടിയ സ്ഥലമാണെങ്കിൽ നമ്മൾ തന്നെ ഇതിനോടകം പലപ്പോഴും നിങ്ങളോട് മാറി താമസിക്കാൻ, പെർമനൻ്റ് ആയിട്ട് മാറി താമസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്ന് നിങ്ങളെ മാറ്റാനുള്ള ഒരു പ്രൊജക്റ്റ് ഒരു പ്രൊജക്റ്റ് തന്നെ നടക്കുന്നുണ്ട്. അത് പലരും ഇപ്പോൾ വയനാട് ഉൾപ്പെടെ ഈ അപകടം സംഭവിച്ച സ്ഥലത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ അത് അറിയിക്കുകയും മുന്നേ അവർ പല ആൾക്കാരും ചില ആൾക്കാരൊക്കെ മാറി അവിടുന്ന് മുന്നേ സ്ഥിരമായി മാറിയവരുണ്ട്. ഇനി അങ്ങോട്ടും അത്തരം അപകടമുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും മാറ്റുക എന്നുള്ളത് നമുക്ക് സാധിക്കുന്നത്. പക്ഷേ അത് എളുപ്പം സാധിക്കില്ല. കാരണം നമ്മുടെ ലൈവ്ലിഹുഡ്, നമ്മൾ ജീവിച്ചു വളർന്ന സ്ഥലം, നമ്മൾ 100 വർഷത്തോളം അല്ലെങ്കിൽ 50 വർഷത്തോളം തലമുറകളായി ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ നമുക്ക് നമ്മുടെ മാറുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസത്തിൽ നമ്മുടെ പൊതു സ്വഭാവങ്ങൾ, പരിസ്ഥിതിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. അപ്പോൾ ആ സ്വഭാവത്തിനനുസരിച്ച് ചില കോംപ്രമൈസുകൾക്ക് നമ്മൾ തയ്യാറാവേണ്ടി, ചില ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു വിശാലമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടുന്ന് പൂർണ്ണമായിട്ട് മാറുക എന്നുള്ളതാണ്. അതിനുവേണ്ട എല്ലാ സഹായങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് മുന്നൊരുക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നമുക്ക് വയനാട് വലിയൊരു അപകടം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ പലപ്പോഴും നടക്കുമ്പോൾ ആളുകൾ കൂടുതൽ പാനിക് ആവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ടാണ് വീണ്ടും അത് പറയുന്നത്. അത്തരം പ്രചരണങ്ങൾ നമ്മൾ ആരും നടത്തുകയും ചെയ്യരുത്. ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾ വഴിയും, പിന്നെ അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണെങ്കിലും റേഡിയോകൾ വഴിയാണെങ്കിലും ഒക്കെ ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കും. അത് ഒതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1077 1070 തുടങ്ങിയ പിന്നെ ടോൾ ഫ്രീ നമ്പറിൽ, അല്ലെങ്കിൽ 112 എന്ന് പറഞ്ഞ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും. അല്ലാത്ത മുന്നറിയിപ്പുകളൊന്നും നിങ്ങൾ പ്രചരിപ്പിച്ച ആളുകളെ പ്രയാസത്തിലാക്കരുത്. നമ്മളൊരു പക്ഷേ വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തിരുന്നായിരിക്കും മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും പ്രയാസപ്പെടുന്ന സ്ഥലത്തുള്ള ആളുകൾ അതുമൂലം മാത്രം ഒരുപാട് മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലുണ്ടാവണം. സർ, ഒടുവിലായിട്ട് ഈ മേഘവിസ്ഫോടനം, ക്ലൗഡ് ബസ്റ്റ്, നമ്മളിങ്ങനെ അടുത്ത കാലത്തായി കേൾക്കുന്നൊരു വാക്കാണ്. ഈ തിരുവനന്തപുരത്തൊക്കെ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നു. പെട്ടെന്ന് വരുന്നു, വലിയ നാശം ഉണ്ടാക്കി പോകുന്ന തരം പ്രതിഭാസമാണ്. അതൊരു പുതിയ തരം പ്രതിഭാസമാണോ? അതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണോ? തിരിച്ചറിയാം, നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണോ? ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളിന് ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് അറിയേണ്ടത്. ആക്ച്വലി ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്ന സത്യത്തിൽ ഒരു പ്രതിഭാസം തന്നെയല്ല. നമ്മളൊരു മഴയുടെ അളവ് അനുസരിച്ച് വിളിക്കുന്നൊരു പേരാണ്. നമ്മൾ ഈ മേഘവിസ്ഫോടനം, ക്ലൗഡ് ബേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ വേറെന്തോ ഒരു സംഭവമാണെന്ന് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്യുന്ന സാഹചര്യത്തെയാണ് ക്ലൗഡ് ബേസ്റ്റ് എന്ന് വിളിക്കുക. അതായത് അതിതീവ്ര സ്വഭാവത്തിൽ മഴ പെയ്യുക. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, നമ്മൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുന്നത് സാധാരണഗതിയിൽ 24 മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 മില്ലിമീറ്റർ മഴ പെയ്യുമ്പോഴാണ്. നമ്മൾ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് ഒരു 24 മണിക്കൂറിൽ 200 മില്ലിമീറ്റർ മഴ പെയ്യുമ്പോഴാണ് നമ്മൾ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്റർ മഴ അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ മഴ പെയ്തു പോകുന്നതിനാണ് നമ്മൾ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുക. ഇപ്പോൾ അതിന് ക്യുസാറ്റൊക്കെ ചില പഠനങ്ങളുടെ ഭാഗമായിട്ട് ഒരു പുതിയ വാക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്. കാലാവസ്ഥ വകുപ്പ് ആ വാക്ക് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ മിനി ക്ലൗഡ് ബേസ്റ്റ്, ഒരു മണിക്കൂറിൽ 50 മില്ലിമീറ്റർ മഴ പെയ്യുന്ന സാഹചര്യം, അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിശക്തമായ രീതിയിൽ, അല്ലെങ്കിൽ ഈ ശക്തവും അതിതീവ്രം എന്നൊക്കെ ഞങ്ങൾ പറയുന്നതിന് 2 തരത്തിലുണ്ട്. ഒന്ന്, 24 മണിക്കൂറിൽ പെയ്യുന്ന മഴയുടെ തോതനുസരിച്ച് നമ്മൾ അതിതീവ്ര മഴ എന്നൊക്കെ പറയും. എന്നാൽ ഇൻറ്റൻസിറ്റി വെച്ചുകൊണ്ട് പറയും. അതായത് ഒരു മണിക്കൂറിൽ പെയ്യുന്ന മഴയുടെ റേറ്റ്. അപ്പോൾ അതാണ് ഈ ക്ലൗഡ് ബേസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ മിനി ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 50 മില്ലിമീറ്റർ, ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്റർ പെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇത് ആക്ച്വലി പുതിയൊരു പ്രതിഭാസമല്ല, മുന്നേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ചുകൂടി ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിൽ. കാലാവസ്ഥ വകുപ്പിന് 100 ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷൻ കാലാവസ്ഥ വകുപ്പും KSTBയും കൂടി ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഴയുടെ ഓരോ മണിക്കൂറിലെയും വ്യതിയാനം എങ്ങനെയാണെന്ന് മനസ്സിലാവും. പിന്നെ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മൾ മുന്നേ തന്നെ ഉണ്ടാകുന്ന, അതായത് നമുക്ക് ഇടവപ്പാതിയിൽ ജീവിച്ചു വളർന്ന മനുഷ്യരാണ് മലയാളികൾ. ഇത് പുതിയ അനുഭവമല്ല. നമുക്ക് ഇടവപ്പാതിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ മൺസൂൺ മഴ എന്ന സംബന്ധിച്ചിടത്തോളം സാധാരണ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നതിനേക്കാളും ചില വർഷങ്ങളിൽ കുറവ് മഴയാണ് നമുക്ക്. കഴിഞ്ഞ വർഷം നമുക്ക് കുറവ് മഴയാണ് കിട്ടിയത്. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കാൻ ചിലപ്പോൾ പ്രയാസപ്പെടും. കഴിഞ്ഞ വർഷം ഏറ്റവും കുറവ് മഴ ലഭിച്ച ജില്ലകളിലൊന്ന് വയനാട് ജില്ലയാണ്.
വയനാട് ഇടുക്കി നമുക്ക് വളരെ മഴ കുറവായിരുന്നു കഴിഞ്ഞ വർഷം. അതായത് സാധാരണ ലഭിക്കുന്നതിനേക്കാളും മഴ കുറവ് ലഭിച്ച വർഷമായിരുന്നു. പക്ഷെ നമുക്കൊരു അപകടം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് മഴയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ടതിന് തുടർച്ചയായി 7 മഴ ദിനങ്ങൾ ഉണ്ടാവുന്നതിന് പകരം നമുക്ക് 2-3 മഴ ദിനങ്ങളാവുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് തുടർച്ചയായി വലിയ രീതിയിൽ മഴ പെയ്യുന്നു. അതിൽ തന്നെ വരുന്നൊരു മാറ്റം, ഈ ഒരു ദിവസത്തിൽ പെയ്യുന്ന മഴ തന്നെ വളരെ കുറച്ച് സമയം മാത്രം, കുറേ സമയം നീണ്ടു നിൽക്കുന്ന മഴയ്ക്ക് പകരം കുറച്ച് സമയം കൊണ്ട് മാത്രം മഴ പെയ്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇത്തരം മഴയാണ് നമുക്ക് ഈ ഫ്ലാഷ് ഫ്ലഡുകൾ ഉണ്ടാക്കും, മലവെള്ളപ്പാച്ചിൽ ഉണ്ടാക്കും. അതുപോലെ ഈ സിറ്റി ഏരിയകളിൽ, ലോ ലേയിങ് ഏരിയയിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് പോലെയുള്ള നഗരങ്ങൾ, പലപ്പോഴും നമ്മുടെ നഗരങ്ങളൊക്കെ പല കാരണങ്ങളാണ്, ചരിത്രപരമായ കാരണങ്ങളിൽ താഴ്ന്ന നഗരങ്ങളാണ്. ഇവിടങ്ങളിൽ ഈ 1 മണിക്കൂറിൽ നമുക്ക് 100 മില്ലിമീറ്റർ മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉറപ്പായും വെള്ളക്കെട്ട് രൂപപ്പെടും. കാരണം എത്ര നമ്മുടെ ജലബഹിർഗമന മാർഗ്ഗങ്ങളൊന്നും, നമ്മുടെ ഡ്രൈനേജുകളൊന്നും ഈ മഴയ്ക്ക് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ല. കാരണം നമ്മൾ കുറേ മഴ ഉള്ള സ്ഥലമാണ്, വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ 1 മണിക്കൂറിൽ നമുക്ക് ഈ 10 മില്ലിമീറ്റർ 100 മില്ലിമീറ്റർ മഴ പെയ്താൽ തീർച്ചയായിട്ടും ആ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ജില്ലയിൽ, നമ്മുടെ സംസ്ഥാനത്ത് എവിടെയില്ല, ഇന്ത്യയിൽ തന്നെ എവിടെയും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ മഴ പെയ്താൽ എന്തായാലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടും. ഇതാണ് ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ക്രൈസിസ്. നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് കളമശ്ശേരിയിൽ ഏകദേശം 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്യുന്ന സാഹചര്യം ഈ 2024 നമ്മുടെ സീസണിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് മെയ് മാസത്തിലോ മറ്റുമാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായത്. ഒരു 60-70 മില്ലിമീറ്റർ മഴ നമുക്ക് ആ ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും ഈ വേനൽമഴയോടൊപ്പം ലഭിക്കുന്ന മഴ പോലും പലപ്പോഴും നമുക്ക് ഒരു മണിക്കൂറിൽ 30-40 മില്ലിമീറ്ററൊക്കെ മഴ പെയ്യുന്ന, അതിശക്തമായ രീതിയിൽ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ട്. അതിൻ്റെ കൂടെ ശക്തമായ കാറ്റും കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു ലൊക്കാലിറ്റിയിൽ ഈ കാറ്റ് പലപ്പോഴും മരങ്ങളെല്ലാം കടപുഴകി വീണ്, അത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വിൻഡ്, നമ്മൾ ഗസ്റ്റനാഡോ എന്നൊക്കെ വിളിക്കും, കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അത് കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല ആ പദപ്രയോഗം. മിന്നൽ ചുഴലി എന്നാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് നമ്മുടെ ശാസ്ത്ര സമൂഹം. അപ്പോൾ ആ മിന്നൽ ചുഴലിയായിട്ട് വളരെ ചെറിയ ലൊക്കാലിറ്റിയിൽ 1-2 കിലോമീറ്റർ മാത്രം വിസ്തൃതിയിൽ വന്ന് അങ്ങനെ ഒരു പുതിയ പ്രതിഭാസം കൂടിയുണ്ട്. അത് ചൂടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവിക്കുന്നതാണ്. പക്ഷേ ക്ലൗഡ് ബേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമല്ല. ക്ലൗഡ് ബേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിനൊരു ഡെഫിനിഷനാണ്, നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ്. ഈ പെയ്യുന്ന മഴയുടെ തോതനുസരിച്ച് അത് മുൻകൂട്ടി പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഈ മഴയുടെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. ഓറഞ്ചും റെഡും അലർട്ട് ഉണ്ടാകുന്ന സമയത്ത് 24 മണിക്കൂറിൽ 200 മില്ലിമീറ്റർ മഴ ഉണ്ടാകുന്നതാണ് നമ്മൾ കാലാവസ്ഥ വകുപ്പിൻ്റെ ഫോർകാസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ആ 200 മില്ലിമീറ്റർ എങ്ങനെയായിരിക്കും പെയ്യുക എന്നുള്ളത് കാലാവസ്ഥ വകുപ്പ് നിലവിൽ നമ്മളോട് പറയുന്നില്ല. ഒരുപക്ഷെ അത് പെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഈ രീതിയിൽ പെയ്യുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം നമ്മളൊരു ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ദുരന്ത സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കത് വെള്ളക്കെട്ടുകളും പൊതുവെ വെള്ളക്കെട്ടുകളും മലവെള്ളപ്പാച്ചിലും ഉണ്ടാക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ ഈ മഴ, ഈ ഇൻറ്റൻസിറ്റിയിലുള്ള മഴ നമുക്ക് പെയ്യുന്നത് ഒരു ജൂലൈ ജൂൺ മാസത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുണ്ടാകും. കാരണം മണ്ണ് ഓൾറെഡി കുതിർന്നിരിക്കുമായിരിക്കും, ഒരുപാട് മഴ വന്ന് സാച്ചുറേറ്റഡ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഇത്രയും വലിയ ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ട്രിഗർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയ മേഘങ്ങളാണ് ഇത്തരത്തിലുള്ളത് ഉണ്ടാക്കുക. കാരണം ഈ കൂമ്പാര മേഘങ്ങൾ വലിയ വെർട്ടിക്കൽ ഹൈറ്റുള്ള മേഘങ്ങളാണ്. അപ്പോൾ ആ മേഘങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ പ്രദേശത്ത് രൂപം കൊള്ളുന്നു, അല്ലെങ്കിൽ നമ്മുടെ കടൽ മേഖലയിൽ രൂപം കൊള്ളുന്നു. അത് നമ്മുടെ വെസ്റ്റേൺ ഘട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വെസ്റ്റേൺ ഘട്ടിൻ്റെ ബൗണ്ടറി ഉണ്ട്, അത് കൂടുതലായിട്ട് മഴയായിട്ട് അവിടെ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് തടയാൻ കഴിയുന്ന കാര്യങ്ങളല്ല, അത് ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഒരുപക്ഷെ ചൂട് കൂടുന്നത് അതിനെ കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. അതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ആഴത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഏതായിരുന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യം, മുന്നറിയിപ്പുകൾ നോക്കുമ്പോൾ ഈ മുന്നറിയിപ്പിൽ മഴയുടെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കൂടി മനസ്സിലാക്കിയിട്ട് പെരുമാറുക എന്നുള്ളതാണ്. അല്ലാതെ ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് വേറെ പ്രത്യേകമായിട്ട് എന്തോ സംഭവമാണെന്ന് കരുതിയിട്ടുള്ളൊരു ആശങ്കയും നമുക്ക് ആവശ്യമില്ല. വളരെ നന്ദി സാർ, ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചു. താങ്ക് യു.